മണ്ണൂരിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം മൂലം 150ഓളം കുടുംബങ്ങൾ ദുരിതം പേറുകയാണ്. കൃഷിയിടങ്ങളെയും ഒച്ചുശല്യം കാര്യമായി ബാധിക്കുന്നതിനാൽ കർഷകരും ആശങ്കയിലാണ്. കൃഷി വകുപ്പും ആരോഗ്യ വകുപ്പുമായി ആലോചിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശശി പറഞ്ഞു. വീടുകളിലും ചുമരുകളിലും കുളിമുറിയിലും ഇവ ഇഴഞ്ഞു കയറിയതായി കാണാം. മണ്ണൂർ സെൻട്രൽ ബേസിക് ആൻഡ് UP സ്കൂളിന്റെ ചുറ്റുമതിലും ചുമരുകളിലും ബാത്റൂമിലും നിരവധി ഒച്ചുകൾ നിറഞ്ഞതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. സ്കൂളിനും വിദ്യാർത്ഥികൾക്കും വലിയ ഭീഷണിയായിട്ടുണ്ട്. അതിരാവിലെ തന്നെ വീടിൻ്റെ ചുവരുകളിൽ കയറി കൂടുന്ന ഒച്ചുകളെ വീട്ടമ്മമാർ പെറുക്കിക്കൂട്ടി നശിപ്പിക്കുകയാണ് പതിവ്. ഓരോ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. ഇവയുടെ വെള്ളം ദേഹത്തായാൽ ചൊറിച്ചിലും ഉണ്ടാകാറുണ്ടെന്ന് വീട്ടുടമകൾ പറയുന്നു. 2 വർഷമായി തുടങ്ങിയിട്ട് വേനൽക്കാലത്ത് ഇവയുടെ ശല്യം ഉണ്ടാകാറില്ല. മഴക്കാലമായാലാണ് ഇവയുടെ ദുരിതം ഏറെ. വീടുകൾക്ക് ദോഷം ചെയ്യുന്നതിന് പുറമെ നെല്ല്, കവുങ്ങ് എന്നിവയും നശിപ്പിക്കുന്നുണ്ട്. ഒച്ചുശല്യം മേഖലയാകെ വ്യാപകമായി പടരുന്നതിനാൽ ജനങ്ങളും കർഷകരും ഏറെ ആശങ്കയിലാണ്. ജനങ്ങളുടെയും കർഷകരുടെയും പരാതിയെ തുടർന്ന് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ S.J. നജീബ്, വിശ്വം, വാർഡംഗം ഹുസൈൻ ഷഫീഖ്, പാടശേഖര സമിതി ഭാരവാഹികളായ NR. കൃഷ്ണൻ, അരവിന്ദാക്ഷൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വാർഡ് 1 രണ്ടാമത്തെ വർഷമാണ് ഈ അപൂർവമായിട്ടുള്ള ഒരു ആഫ്രിക്കൻ ഒച്ച് ഇവിടെ കണ്ടുവരുന്നത്. ഇത് കൃഷിയിടങ്ങളിലും മറ്റും വ്യാപിച്ചു കടന്ന് അതിലെ നീരുറവ അടക്കം വലിച്ചെടുത്ത് വലിയ വിപത്താണ്, വലിയ നാശമാണ് ഇവിടുത്തെ കൃഷിക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വീടുകളുടെ മതിലുകളിലും ഒക്കെ ഇത് പിടിച്ചുകൊണ്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് വാർഡ് 1, 2 ഈ ചോലക്കുന്ന് പ്രദേശത്തും കുണ്ടുവ പ്രദേശത്തുമുള്ളത്. അടിയന്തരമായി ഇതിനെ നീക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായി അടിയന്തര യോഗം ചേർന്നുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കാൻ പോവുകയാണ്. ഇവയുടെ ഭീഷണി നേരിടുന്ന മണ്ണൂർ സെൻട്രൽ ബേസിക് UP സ്കൂളും നിരവധി വീടുകളും സംഘം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. കൃഷി വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവരുമായി ആലോചിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശശി പറഞ്ഞു. പ്രത്യേക അടിയന്തര യോഗം വിളിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. തന്നെ ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് മുളകുപറമ്പ് സെൻട്രൽ ബേസിക് സ്കൂളിലാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവിടെ ഈ 1-ാം വാർഡിലെയും 2-ാം വാർഡിലെയും 150ഓളം വീടുകളിൽ ഈ ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന ഈ സാധനം വന്നു കൂടിയിറക്കണം. ഇത് ആളുകൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരു വിഷം ഉൾപ്പെടെ ശരീരത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് പൊള്ളലേറ്റ പോലെയാണ്. ഇവിടുത്തെ കർഷകരും അതുപോലെ തന്നെ സാധാരണക്കാരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂറോളം തൻ്റെ വീടും പരിസരവും മതിലും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യണം. ഇതെന്തായാലും വളരെ വലിയ ഒരു വിപത്തായിട്ട് കാണുന്നു. അപ്പോൾ ഇതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അടിയന്തരമായിട്ടും ആരോഗ്യ വകുപ്പിലും അതുപോലെ തന്നെ കൃഷി വകുപ്പിലും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റുമെന്നും വാർഡംഗം ഹുസൈൻ ഷഫീഖും പറഞ്ഞു. 2 വർഷമായി നിരവധി വീട്ടുകാർ ദുരിതത്തിലാണെന്നും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വീട്ടുടമ അരവിന്ദാക്ഷൻ പറയുന്നു. കുണ്ടുകാവിലെ 2 സൈഡിലുള്ള വീടുകളിലും കൃഷിയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം സഹിക്കവയ്യാതെ കർഷകരും വീട്ടുകാരും വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് എടുക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. ഇത് ഏതാണ്ട് ഇപ്പോൾ 2-ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇത് 2-ാമത്തെ വർഷമാണ്. 2-ാമത്തെ വർഷം വളരെ കൂടുതലാണ്. ഇപ്പോൾ അത് എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് അറിയില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.